നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സംസ്ഥാനത്ത് UDF തരംഗമാണെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ്. കേന്ദ്ര സർക്കാരിനെ പ്രീണിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. NDA LDF കൂട്ടുകെട്ടാണ് സംസ്ഥാനത്തുള്ളതെന്നും സച്ചിൻ പൈലറ്റ്. കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് വലിയ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത് കേരളത്തിൽ. പത്തനാപുരത്ത് മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ വനിതാ പാർലമെന്റ്. ചവറയിൽ കളം നിറഞ്ഞ് മുന്നണി സ്ഥാനാർത്ഥികൾ. തെക്കുംഭാഗത്ത് UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിന് സ്വീകരണം. തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ NDA സ്ഥാനാർത്ഥി KR രാജേഷിന്റെ വോട്ട് തേടൽ. തെക്കുംഭാഗത്ത് LDF സ്ഥാനാർത്ഥി ഡോക്ടർ സുജിത് വിജയൻ പിള്ളയ്ക്ക് വരവേൽപ്പ്. പുനലൂർ നഗരസഭാ ശ്മശാനം പ്രവർത്തനക്ഷമമാകുന്നു. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ട്രയൽ റൺ നടത്തി. 15 ലക്ഷം രൂപ വാർഷിക പദ്ധതിയിൽ അറ്റകുറ്റപ്പണിക്കായി വകയിരുത്തിയിരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് UDF തരംഗമാണെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ്. കേന്ദ്ര സർക്കാരിനെ പ്രീണിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. NDA LDF കൂട്ടുകെട്ടാണ് സംസ്ഥാനത്തുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്ത് UDF തരംഗമാണെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെ പ്രീണിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. NDA LDF കൂട്ടുകെട്ടാണ് സംസ്ഥാനത്തുള്ളതെന്നും സച്ചിൻ പൈലറ്റ് ആരോപിച്ചു. പത്തനാപുരം മണ്ഡലം UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പട്ടാജിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തുടനീളം യാത്ര ചെയ്ത ഒരാളെന്ന നിലയിൽ തനിക്ക് മനസ്സിലാകുന്നത് ഈ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായി വലിയൊരു തരംഗം സംസ്ഥാനത്തുണ്ടെന്നാണ്. മണ്ഡലത്തിൽ തോറ്റിട്ടും കഴിഞ്ഞ 5 വർഷമായി ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഒരാളായി ജ്യോതികുമാർ ചാമക്കാല ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജാതിക്കും മതത്തിനും പാർട്ടിക്കും അപ്പുറം എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാകണമെന്നും സച്ചിൻ പൈലറ്റ് പറഞ്ഞു. I've traveled the entire state. There is a huge wave against the Chief Minister and the LDF government, and the last 10 years are a lost decade for Kerala. ഞാൻ ഈ സംസ്ഥാനത്തുടനീളം യാത്ര ചെയ്തയാളെന്ന നിലയിൽ എനിക്ക് ബോധ്യപ്പെടുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രിക്കെതിരായി ഇവിടുത്തെ സർക്കാരിനെതിരായി വലിയൊരു തരംഗം ഈ സംസ്ഥാനത്തുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷം നമ്മുടെ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തിന് ഒരു തീരാ നഷ്ടമായിരുന്നു. The Chief Minister is every day criticizing Rahul Gandhi ji to please the Prime Minister, Mr. Narendra Modi. That is all the CM is doing. നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുകയാണ്. ഈ അധിക്ഷേപം നടത്തുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. The BJP and NDA have an open understanding with the left front and the Chief Minister. At any cost, they both want to stop the Congress and UDF to become a government in Kerala. ഇവിടെ സംസ്ഥാനത്ത് NDAയും അതിന്റെ ഘടകകക്ഷികളും ചേർന്ന് ഇടതുപക്ഷവുമായി ഒരു വലിയ ബാന്ധവമുണ്ട്. ഈ ബാന്ധവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംസ്ഥാനത്ത് ഒരു കാരണവശാലും കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം എന്നതിന്റെ പേരിലാണ് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ഇത്തരത്തിൽ NDAയുമായി ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബാബു മാത്യു, K. അനിൽ, CR നജീബ്, M. തങ്കച്ചൻ, ഹരി പട്ടാജി, ഷേഖ് പരീദ്, യദുകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭാ ശ്മശാനം പ്രവർത്തനക്ഷമമാകുന്നു. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ട്രയൽ റൺ നടത്തി. 15 ലക്ഷം രൂപ വാർഷിക പദ്ധതിയിൽ അറ്റകുറ്റപ്പണിക്കായി വകയിരുത്തിയിരുന്നു. നാളുകളായി പ്രവർത്തനരഹിതമായിരുന്ന പുനലൂർ നഗരസഭയുടെ ശ്മശാനമാണ് പ്രവർത്തന സജ്ജമാകുന്നത്. യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും മറ്റുമായി വാർഷിക പദ്ധതിയിൽ 15 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. എറണാകുളം ആസ്ഥാനമായുള്ള ഹൈടെക് ക്രിമിറ്റോറിയം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് പ്രവൃത്തി ഏറ്റെടുത്തത്. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശ്മശാനത്തിലെ ഉപകരണങ്ങൾ ട്രയൽ റൺ നടത്തി. ശ്മശാനം പ്രവർത്തിക്കാതിരുന്ന സമയങ്ങളിൽ സമീപ പഞ്ചായത്തുകളിലെയും കൊല്ലം കോർപ്പറേഷനിലെയും ശ്മശാനങ്ങളെയാണ് ജനങ്ങൾ ആശ്രയിച്ചിരുന്നത്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി നൽകണമെന്ന നഗരസഭയുടെ ആവശ്യത്തെ തുടർന്നാണ് കരാറുകാരൻ അതിവേഗം നിർമ്മാണം പൂർത്തീകരിച്ചത്. യന്ത്രങ്ങൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നിയന്ത്രണം വിട്ട ബൈക്ക് ലോറിയിലിടിച്ച് അപകടം.
ഒരാൾക്ക് പരിക്കേറ്റു. ചവറ നല്ലെഴുത്തുമുക്കിലാണ് അപകടമുണ്ടായത്. ബുധനാഴ്ച രാവിലെ ചവറ നല്ലേജത്തുമുക്കിലായിരുന്നു അപകടം. ചവറയിലേക്ക് പോവുകയായിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് കൊല്ലത്തു നിന്നും കരുനാഗപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. 2 കാറുകളെയും ഇടിച്ച ശേഷമാണ് ബൈക്ക് നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികന് ബൈക്കിൽ നിന്നും തെറിച്ചു വീണ് പരിക്കേറ്റു. പന്മന സ്വദേശിക്കാണ് പരിക്കേറ്റത്. അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായി തകർന്നു. സമീപത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് ആംബുലൻസ് എത്തിയാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവിടുത്തെ ഈ സൗണ്ട് നിരന്തരം സൗണ്ട് ആയതുകൊണ്ട് ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. കാരണം പെട്ടെന്നൊരു ഈ സൗണ്ട് നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട്, നമുക്കൊരു അറിയപ്പെടാത്ത ഒരു സാഹചര്യം മാറിയിരിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ ഒരു നാഷണൽ പെർമിറ്റ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പം നാഷണൽ പെർമിറ്റ് മുന്നോട്ട് മാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരാൾ കമന്ന് ചുരുണ്ടുകൂടി കിടക്കുന്നത്. ബൈക്ക് അവിടെ കിടക്കുന്നത്. ഇത് എങ്ങനെ വന്നോന്ന് അറിയാൻ വയ്യ. തെക്കുന്ന് വന്നതാണെങ്കിൽ ഒരു കാരണവശാലും ആൾ വടക്കോട്ട് വരുന്ന സാഹചര്യമില്ല. ഇപ്പോൾ ഇവിടെ ഒരു നാഷണൽ പെർമിറ്റും 2 കാറും കിടപ്പുണ്ട്. ബാക്കി വാഹനങ്ങൾ എന്തുവാന്ന് അറിയാൻ വയ്യ. പക്ഷെ ആളെ നോക്കുമ്പോൾ ചുരുണ്ടുകൂടി കമന്ന് കിടക്കുകയാണ്. അദ്ദേഹം മാന്യമായിട്ട് ആ പയ്യൻ ഹെൽമെറ്റ് നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ ഇട്ടിരിക്കുകയായിരുന്നു. ഹെൽമെറ്റ് ഊരിയെടുത്തത് ഞാനാണ്. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ എടുത്ത് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടുന്ന പ്രാഥമിക ശുശ്രൂഷ ചെയ്തപ്പോൾ ഞരക്കം ഉണ്ടായിരുന്നു, അനക്കം ഉണ്ടായിരുന്നു. പക്ഷേ വായിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ചാടുന്ന ഒരു സാഹചര്യം വന്ന് എൻ്റെ വായിക്ക് മൊത്തം ബ്ലഡ് ആവുകയും ചെയ്തു. പ്രദേശത്ത് നിരന്തരം അപകടമുണ്ടാകുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ചവറ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. പത്തനാപുരം മണ്ഡലം NDA സ്ഥാനാർത്ഥി അനിൽ പിള്ള തലവൂർ പഞ്ചായത്തിൽ വോട്ട് തേടി. കഴിയുന്നത്ര ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥി. പത്തനാപുരം നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി അനിൽ പിള്ളയുടെ പര്യടനം പുരോഗമിക്കുന്നു. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞക്കാല മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത്. വടകോട്, നടുത്തേരി, പിടവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. ജനങ്ങളെയും പൗരപ്രമുഖരെയും നേരിട്ട് കണ്ടാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. BJP നേതാക്കളായ ഗിരീഷ് ഇളമ്പൽ, അനീഷ്, സുഭാഷ് ചന്ദ്രൻ, നിതീഷ് സാമ്പൻ, ദിൽജു P. മോഹൻ, പുഷ്പാങ്കദൻ പിള്ള, സഞ്ജു രവീന്ദ്രൻ, രാജ്മോഹൻ പിള്ള, വാർഡംഗങ്ങളായ ഗൗരി, വിജയകുമാർ, രഞ്ജിനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുരിയോട്ടുമലയിലെ സർക്കാർ ഫാമിൽ മീര ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. മാർവാലി എന്ന നാടൻ ഇനത്തിൽപ്പെട്ട കുതിരയാണ് മീര. കടും ബ്രൗൺ നിറത്തിൽ നെറ്റിയിലൊരു വെള്ളച്ചുട്ടിയുമായി പിറന്ന കുട്ടിക്കുതിരയ്ക്ക് പേരിട്ടിട്ടില്ല. 11 മാസത്തെ ഗർഭകാലം കഴിഞ്ഞാണ് കുഞ്ഞ് ജനിച്ചത്. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള കുരിയോട്ടുമലയിലെ സർക്കാർ ഫാമിലാണ് മീര ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. കടും ബ്രൗൺ നിറത്തിൽ നെറ്റിയിലൊരു വെള്ളച്ചുട്ടിയുമായി പിറന്ന കുട്ടിക്കുതിരയ്ക്ക് പേരിട്ടിട്ടില്ല. സർക്കാർ ഫാമിൽ ആദ്യമായാണ് കുതിര കുഞ്ഞിന് ജന്മം നൽകുന്നതെന്ന് ഫാമിലെ ഡോക്ടർ സുരേഷ് കുമാർ പറഞ്ഞു. രീതി എന്ന് പറയുന്നത് നമ്മൾ നോർമലി രാവിലെ വർക്കൗട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്നുകൊണ്ട് കുറച്ചുകൊണ്ട് വർക്കൗട്ടില്ല, ഗ്രേസിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വർക്കൗട്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം വർക്കൗട്ട് കൊടുത്ത് ഗ്രേസിംഗ് ആണ് മെയിനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഫീഡിങ് ബ്രാനാണ് നോർമൽ ഫീഡിങ്. പിന്നെ ഗ്രേസിങ്ങിന് വിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് സ്റ്റഫ് ചെയ്ത കറുക വരുന്നുണ്ട്. പിന്നെ വൈറ്റമിൻസ്, സപ്ലിമെൻറ്റ്സ് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിന് നമ്മളൊരു 2 to 4 വീക്സ് വരെ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അല്ലാതെ ഫീഡ് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് അവർ ഹേ ഒക്കെ എടുത്ത് തുടങ്ങും. ഇവിടെ മൊത്തത്തിൽ 4 കുതിര, അതിൽ 3 ഫീമെയിലും 1 മെയിലും. മാർവാലി എന്ന നാടൻ ഇനത്തിൽപ്പെട്ട കുതിരയാണ് മീര. അതേ ഇനത്തിൽപ്പെട്ട തൂഫാൻ എന്ന ആൺകുതിരയുടെ കുട്ടിയാണിത്. 11 മാസത്തെ ഗർഭകാലം കഴിഞ്ഞാണ് കുഞ്ഞു ജനിച്ചത്. ലക്ഷണമൊത്ത മാർവാലി ഇനമാണ് കുഞ്ഞെന്നും ഡോക്ടർ പറഞ്ഞു. 4 കുതിരകളാണ് ഫാമിലുള്ളത്. 2 എണ്ണം വിദേശ ജനസിൽപ്പെട്ടതാണ്, മായയും നക്സോസും. ഇവർക്ക് പാസ്പോർട്ട് അടക്കം എല്ലാ രേഖയുമുണ്ട്. ഫാമിൽ വരുന്ന സഞ്ചാരികൾക്ക് കുതിരസവാരി ചെയ്യാം. 3 റൗണ്ടിന് 50 രൂപയാണ് നിരക്ക്. കുതിരസവാരി പഠിക്കാൻ 15 ദിവസത്തെ കോഴ്സുമുണ്ട്. 5000 രൂപയാണ് ഫീസ്. കുതിരകൾക്ക് പുറമെ 600 പശുക്കൾ, ഒട്ടകപക്ഷി, അലങ്കാര മത്സ്യങ്ങൾ, ചെടികൾ എന്നിവയും ഫാമിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നു. 106 ഏക്കറിൽ പരന്നു കിടക്കുന്ന ക്യാമ്പസിൽ താമസിക്കാൻ 2 AC റൂമും 1 നോൺ AC റൂമുമുണ്ട്. 1000 രൂപയും 750 രൂപയുമാണ് റേറ്റ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചവറയിൽ കളം നിറഞ്ഞ് 3 മുന്നണി സ്ഥാനാർത്ഥികളും. തെക്കുംഭാഗത്ത് UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിന് സ്വീകരണം നൽകി. തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ NDA സ്ഥാനാർത്ഥി KR രാജേഷിനും സ്വീകരണം നൽകി. തെക്കുംഭാഗത്ത് LDF സ്ഥാനാർത്ഥി ഡോക്ടർ സുജിത് വിജയൻ പിള്ളയ്ക്കും സ്വീകരണം നൽകി. ചവറയിൽ 3 മുന്നണികളും ആവേശകരമായ പ്രചാരണത്തിലാണ്. സീറ്റ് നിലനിർത്താൻ ഇടതുപക്ഷവും പിടിച്ചെടുക്കാൻ UDFും അട്ടിമറി പ്രതീക്ഷിച്ച് NDAയും ഒരേപോലെ പ്രചാരണത്തിലാണ്. UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിന് തെക്കുംഭാഗത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വലമായ സ്വീകരണം നൽകി.
ദളവാപുരത്തു നിന്നുമാണ് പ്രചാരണം ആരംഭിച്ചത്. 2001 മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായതുകൊണ്ട് ഷിബുവിന് എല്ലായിടത്തും പരിചയക്കാരായിരുന്നു. സ്വീകരണത്തിന് 1 മിനിറ്റിൽ നന്ദിപ്രസംഗം നടത്തി അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക്. ഇക്കാലമത്രയും കൂടെ നിന്നവർക്ക് നന്ദി അറിയിച്ചായിരുന്നു പ്രസംഗം. നമുക്ക് കയ്യെത്താൻ പറ്റാത്ത മേഖലകൾ എന്നുള്ള നിലയിലേക്ക് അരാഷ്ട്രീയമായ വാദങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന 2 മേഖലയിൽ കൂടിയാണ് ഇന്നലെ പര്യടനം നടന്നത്. അവിടെ രണ്ടിടത്തും മുൻപൊരിക്കലും ദർശിച്ചിട്ടില്ലാത്ത നിലയിലേക്ക് ഒരു പ്രതീക്ഷയുടെ കണ്ണുകളോടുകൂടി സാധാരണ വോട്ടർമാർ നമ്മളെ നോക്കിക്കാണുന്നത് എനിക്ക് ദർശിക്കാൻ സാധിച്ചു. ഇതെല്ലാം യാഥാർത്ഥ്യമായത് പണ്ട് മുതലേ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറയും, ഓരോ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകനും ഒരു സ്ഥാനാർത്ഥിയായി മാറണമെന്ന് പറയാറുണ്ട്, പലപ്പോഴും നടക്കാറില്ല. പക്ഷേ ഇത്തവണ എനിക്ക് അഭിമാന ബോധത്തോടുകൂടി തന്നെ പറയാൻ സാധിക്കുന്നു, ചവറയിലെ ഓരോ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകനും ഓരോ സ്ഥാനാർത്ഥിയായി മാറിയതിന്റെ പശ്ചാത്തലത്തിലാണ് ജനങ്ങളുടെ ഇടയിൽ ഉള്ള ഈ അനുകൂലമായ മാറ്റം. ഇനിയുള്ള 9 ദിവസക്കാലവും അതേ നിലയിൽ, അതേ വീരോടെ, അതേ വാശിയോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകനും മുന്നേറുകയാണെങ്കിൽ നമുക്ക് ചരിത്രം കുറിക്കുന്ന ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ വിജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പുളിമൂട്ടിൽ കടവിൽ ഉൾപ്പെടെ ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. തെക്കുംഭാഗത്തെ സ്വീകരണത്തിന് മുന്നോടിയായി ശക്തികുളങ്ങര, നീണ്ടകര ഹാർബറുകളിലും സ്ഥാനാർത്ഥി വോട്ട് തേടിയെത്തിയിരുന്നു. മടത്തിൽ മുക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഉജ്ജ്വലമായ സ്വീകരണമാണ് UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥിയായ ഡോക്ടർ സുജിത്ത് വിജയൻപിള്ളയ്ക്കും ആവേശകരമായ വരവേൽപ്പാണ് വിവിധ കേന്ദ്രങ്ങളിൽ ലഭിച്ചത്. ചവറ മണ്ഡലത്തിൽ താൻ നടപ്പാക്കിയ പദ്ധതികളുടെ തുടർച്ചയ്ക്കായാണ് ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള വോട്ട് അഭ്യർത്ഥിക്കുന്നത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി എത്തുന്നതിന് മുമ്പ് വിവിധ കലാപരിപാടികൾ ഉൾപ്പെടെ ക്രമീകരിച്ചിരുന്നു. കൊല്ലം കോർപ്പറേഷന്റെ ഭാഗമായ ശക്തികുളങ്ങര കുരിശടിയിൽ നിന്നുമാണ് ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള സ്വീകരണ പര്യടനം ആരംഭിച്ചത്. പാവുമ്പ, വടക്കുംഭാഗം ലക്ഷംവീട്, അമ്മയാർനട, അഴകത്ത് കോളനി തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. തെക്കുംഭാഗത്തെ സ്വീകരണ പരിപാടി ദളവാപുരത്താണ് സമാപിച്ചത്. സ്വീകരണം നൽകിയ ഇടങ്ങളിൽ ചുരുങ്ങിയ വാക്കുകളിൽ നന്ദി അറിയിച്ച സ്ഥാനാർത്ഥി അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് പോകുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ വലിയ ആൾക്കൂട്ടങ്ങളാണ് സ്ഥാനാർത്ഥിയെ വരവേൽക്കാനുണ്ടായിരുന്നത്. സാഹചര്യത്തെക്കുറിച്ചെല്ലാം സംസാരിച്ചവർ വളരെ വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി. എന്തുകൊണ്ട് ഇടതുപക്ഷ ഭരണം തുടരണം, ആ ഇടതുപക്ഷ ഭരണം LDF മൂന്നാം ഭരണം വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മുടെ രാജ്യത്ത് ഒട്ടാകെ നടക്കുന്ന ക്ഷേമപ്രവർത്തനങ്ങളിൽ ഏതാണ്ട് നല്ലൊരു പങ്കും നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണ്. ഇത്രയും ഏറെ ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും സാധാരണ ജനങ്ങളെ സ്പർശിക്കുന്ന രീതിയിലുള്ള സർവീസ് പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്ന നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ ഇടതുപക്ഷ സംഭരണം തുടരേണ്ട ആവശ്യകതയായി ചവറയിൽ നടക്കുന്ന ഏപ്രിൽ 9 നടക്കുന്ന സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ടെലിഫോൺ ചിഹ്നത്തിൽ എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന സമ്മേളനത്തിലുടനീളം പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇന്ന് തെക്കുംഭാഗം ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന മുഴുവൻ ബൂത്തുകളിലും തീർക്കേണ്ടതുണ്ട്. തേവലക്കര പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായിരുന്നു NDA സ്ഥാനാർത്ഥി KR രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഏറ്റവും ഒടുവിലാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. അതിന്റെ ബുദ്ധിമുട്ട് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം മാറി സജീവമായതായി സ്ഥാനാർത്ഥി പറയുന്നു. ചവറ കരുനാഗപ്പള്ളി മണ്ഡലത്തിന്റെ അതിർത്തിയിലാണ് താമസിക്കുന്നത്. ചവറ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പാർട്ടി നിയോഗിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ചവറ തന്നെ സംബന്ധിച്ച് പരിചയമില്ലാത്ത സ്ഥലമല്ലെന്നും താൻ അവരിലൊരാളായി കഴിഞ്ഞെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ചേന്നങ്കര ജംഗ്ഷനിൽ കൂടി നിന്നവരോടെല്ലാം വോട്ടഭ്യർത്ഥിച്ച് സമീപത്തെ PSC കോച്ചിംഗ് സെന്ററിൽ ചെന്ന് ഉദ്യോഗാർത്ഥികളോട് വോട്ട് തേടി ലഘു പ്രസംഗം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത ഭാരത സ്വപ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജേഷിന്റെ വോട്ടഭ്യർത്ഥന. വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ BJPക്ക് വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം പറയുന്നു. LDF സർക്കാരിന്റെ അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാം വിവരിച്ചുകൊണ്ടായിരുന്നു രാജേഷിന്റെ പ്രസംഗം. ആലപ്പാട് വെള്ളനാതുരത്ത് IRE മൈനിങ് സൈറ്റിലെ കരാർ തൊഴിലാളിയായ രാജേഷ് RSPയിലൂടെയാണ് രാഷ്ട്രീയത്തിലെത്തിയത്. നിലവിൽ BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. വോട്ടർമാരോട് പറയാനുള്ളത്, നമുക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ആ ചവറയുടെ വികസനം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച്, ചവറയുടെ ഭാവി എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നുള്ളതാണ് BJPയുടെ അഭ്യർത്ഥന. ചവറ വലിയ സമ്പന്നമായ മഹിതമായിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. ആ ചവറയുടെ മണ്ണിൽ
ഇതുവരെ വിജയിച്ചു പോയിട്ടുള്ള ജനപ്രതിനിധികൾ അവർ ഇപ്പോഴും 2 കുടുംബങ്ങളിലെ അംഗങ്ങൾ മാത്രമാണ് ഈ നാട്ടിൽ നിന്ന് വിജയിച്ചു പോയിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ചവറയുടെ പാരമ്പര്യത്തിൽ നിന്ന് വിരുദ്ധമായിട്ട് ഒരു കുടുംബാധിപത്യത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്നത്. അവർ മന്ത്രിമാരായിരുന്നവരാണ്, മറ്റ് അധികാര സ്ഥാനങ്ങളിലിരുന്നവരാണ്, വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു വികസനവും ഈ ചവറയുടെ മണ്ണിൽ ഉണ്ടായിട്ടില്ല. ഏറ്റവും വലിയ ഉദാഹരണം നീണ്ടര പാലമാണ്, KMML ആണ്, IRL ആണ്, ചവറയുടെ വിനോദസഞ്ചാര മേഖലയാണ്, കയർ മേഖലയാണ്. ഒരു തരത്തിലുള്ള വികസനവും ഇപ്പോഴും നടപ്പിലാക്കാത്ത ഒരു മണ്ഡലമാണ് ഈ ചവറ എന്ന് പറയുന്നത്. എന്തായാലും 3 സ്ഥാനാർത്ഥികളും സജീവമായതോടെ ചവറയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തീപാറുന്ന പോരാട്ടമാണ് നടക്കുന്നത്. 3 മുന്നണി സ്ഥാനാർത്ഥികളും ഒരേപോലെ വിജയപ്രതീക്ഷയും പുലർത്തുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. കുണ്ടറയിലെ UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥിന്റെ സ്വീകരണ പരിപാടികൾ പുരോഗമിക്കുന്നു. പെരിനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. കുണ്ടറയിലെ UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥിന്റെ സ്വീകരണ പരിപാടികളാണ് പുരോഗമിക്കുന്നത്. കുണ്ടറ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. പെരിനാട് വില്ലേജ് ജംഗ്ഷനിലും ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. പെരിനാട് നൽകിയ സ്വീകരണത്തിൽ ഫൈസൽ കുളപ്പാടം ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു. സമയത്തുള്ള കെട്ടിട നികുതിയും ഇന്നത്തെ കെട്ടിട നികുതിയും തമ്മിൽ ഒരു താരതമ്യ പഠനത്തിന് ഏതെങ്കിലും സഖാക്കന്മാർ തയ്യാറുണ്ടോ? അവസാനം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയപ്പോൾ 50% കുറയ്ക്കേണ്ടി വന്നു. വലിയ ഡിസ്കൗണ്ടാ, 100 കൂട്ടിയിട്ട് 50 കുറയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നു. പകുതി പൈസ തിരിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് അവർ എത്തി നിന്നു. ഭൂനികുതി ഇവർ കൂട്ടിയില്ലേ? ബസ് ചാർജ് ഇവർ കൂട്ടിയില്ലേ? എണ്ണവില ഇവർ കൂട്ടിയില്ലേ? എണ്ണവില കേരളത്തിൽ മാത്രം കൂട്ടി മുന്നോട്ട് പോയി. കാര്യം നികുതി കുറച്ചപ്പോൾ കേരളത്തിൽ സെസ് വർദ്ധിപ്പിച്ചുകൊണ്ട് എണ്ണവില കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോയി. ഇതെല്ലാം ജീവിതത്തിന്റെ 2 അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുവാനായി പെടാപ്പാടുപെടുന്ന, കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ഏറ്റവും സാധാരണക്കാരുടെ തലയിലേക്കാണ് ഈ ഭാരം അവർ വരുത്തി വെച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. പിന്നെ എന്തിന്റെ പേരിലാണ് കേരളത്തിന്റെ നിയമസഭയിൽ കുണ്ടറ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം 100% ഞാൻ പ്രവർത്തിച്ചത്. കേരള നിയമസഭയിലെ 15ാം കേരള നിയമസഭയിൽ ഏറ്റവും അധികം അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചത് കുണ്ടറയുടെ MLA ആയിരുന്നു എന്നതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ആ അടിയന്തര പ്രമേയങ്ങൾ സാധാരണക്കാരൻ്റെ ജീവിതങ്ങളെ ബാധിക്കുന്നതായിരുന്നു. കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി, മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, പട്ടികജാതി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒക്കെ നിയമസഭയിൽ നിരന്തരമായ ഇടപെടലുകൾ നടത്തി. കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം നിരവധി തവണ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ പ്രസംഗിക്കേണ്ടതായിട്ടുണ്ടായി. MLA ഫണ്ടിൻ്റെ വിനിയോഗത്തിൽ കൊല്ലം ജില്ലയിൽ 11 MLA-മാരാണുള്ളത്. ഞാൻ നിങ്ങളോട് പറയുന്നു, വിനയത്തോടുകൂടി പറയുന്നു, കൊല്ലം ജില്ലയിലെ 11 MLA-മാരിൽ MLA ഫണ്ടിൻ്റെ വിനിയോഗത്തിൽ കുണ്ടറ MLA 1ാം സ്ഥാനത്താണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ലഹരി വിൽപ്പന തടയൽ കേസിൽ ഒരാളെ കരുതൽ തടങ്കലിലാക്കി. കൊല്ലം വടക്കേവിള പുന്തലത്താഴം സ്വദേശി ശരത് മോഹനെയാണ് അറസ്റ്റ് ചെയ്തത്. NDPS ആക്ട് പ്രകാരം ഒരാളെ കരുതൽ തടങ്കലിലാക്കി. വടക്കേവിള പുന്തലത്താഴം ചരുവിള വീട്ടിൽ 30-കാരനായ ശരത് മോഹനെയാണ് കരുതൽ തടങ്കലിലാക്കിയത്. കൊല്ലം ACPയുടെ നിർദ്ദേശപ്രകാരം കൊട്ടിയം SHO അജിത് കുമാർ, CPO പ്രവീൺ ചന്ദ്, ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കൊട്ടിയം സ്റ്റേഷനിലും കൊല്ലം വെസ്റ്റ് സ്റ്റേഷനിലുമായി MDMA വിൽപ്പന നടത്തിയതുമായി നിരവധി കേസ് ഇയാളുടെ പേരിലുണ്ട്. ഇതേ തുടർന്നാണ് ഇയാളെ കരുതൽ തടങ്കലിലാക്കിയത്. കരുതൽ തടങ്കലിനായി തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് വലിയ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. പത്തനാപുരത്തെ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശിശുമരണ നിരക്ക് ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത് കേരളത്തിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോകത്ത് ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ പ്രദേശം കേരളമാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ചൂണ്ടിക്കാട്ടി. ആരോഗ്യരംഗത്ത് രാജ്യത്ത് മികച്ച നേട്ടമുണ്ടാക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച
വനിതാ പാർലമെന്റ് കുന്നിക്കോട് ടൗണിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് വന്ന ഇവിടെ സതീശൻ പ്രസംഗിച്ചിട്ട് ഇവിടെ കടമാണ് സംശയിക്കേണ്ട. കടം ഇവിടെ തരുന്നുണ്ട് ആൾക്കാർ. എന്താ ഇവിടെ കടം തരുന്നത്? കടം തന്ന കാശ് കക്കൂല എന്ന ഉറപ്പ് കൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റിന് കടം തരുന്നത്. ആ കടം വാങ്ങിയ കാശ് കൃത്യമായി ഇവിടെ നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ട്. ആരും പോക്കറ്റ് ഇട്ട് പോയിട്ടില്ല. നിങ്ങളിങ്ങനെ പോയി നോക്കിയാൽ മതി. ആശുപത്രി 20 കോടി 44 ആശുപത്രി ഉണ്ട്. ഒരു താലൂക്ക് ആശുപത്രിയാ. താലൂക്ക് ആശുപത്രി കണ്ടാൽ നമ്മുടെ കോൺഗ്രസുകാരുടെ കാലത്തെ മെഡിക്കൽ കോളേജിനേക്കാൾ വലുപ്പമുള്ള താലൂക്ക് ആശുപത്രി നമ്മൾ. ഞാൻ ആ താലൂക്ക് ആശുപത്രി ഉള്ളിലേക്ക് ഒന്ന് കയറി. താലൂക്ക് ആശുപത്രി ഇങ്ങനെ നിരയായിട്ട് നല്ല ഒന്നാം തരം ഇതുണ്ടാക്കി വെച്ചിരിക്കുക ഫാർമസി. ആ താലൂക്ക് ആശുപത്രിയിൽ നല്ല ഫാർമസി, നല്ല ലാബറട്ടറി. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ആശുപത്രിയിൽ ലാബുണ്ടോ? എവിടെയെങ്കിലും ആശുപത്രിയിൽ മരുന്ന് കൊടുക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ആശുപത്രിയിൽ വിദഗ്ധ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഖാൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അജിത സുരേഷ് സ്വാഗതം പറഞ്ഞു. വനിതാ കോൺഗ്രസ് ബി സംസ്ഥാന പ്രസിഡന്റ് മഞ്ജു റഹീം, സുനിത രാജേഷ്, സുലോചന, രമാദേവി, സുനി സുരേഷ്, ശ്രീജ അജികുമാർ, താര സജികുമാർ, അമ്പിളി ശിവപ്രസാദ, ശിഫ നൌഷാദ്, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു വി എം, വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജി അനിമോൻ, CPM ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ, സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ, CPI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ, GR രാജീവൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് B അജയകുമാർ, N ജഗദീശൻ, ഏരിയ സെക്രട്ടറി മുഹമ്മദ് അസ്ലം, H നജീബ് മുഹമ്മദ്, M നൌഷാദ്, ജിയാസുദ്ദീൻ, VR ബീന, സുനു രാജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ച സർക്കാരാണ് 10 വർഷമായി നാട് ഭരിക്കുന്നതെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി S സുദേവൻ. കേരളത്തിലെ വിവിധ മേഖലകളെ തകർത്ത് തരിപ്പണമാക്കിയ സർക്കാരാണ് നാട് ഭരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ്. മാറി മാറി വന്ന 2 മുന്നണികളും കേരളത്തെ പിന്നോട്ടടിച്ചതായി BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത്. കൊല്ലം പ്രസ് ക്ലബിന്റെ വോട്ടും വാക്കും സംവാദ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു മൂവരും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ കേരളത്തിലെ ജനങ്ങളെ ചേർത്തുപിടിച്ച ഗവൺമെന്റാണ് 10 വർഷമായി നാട് ഭരിക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ വേണ്ടത്ര ഫണ്ട് നൽകി സഹായിച്ചില്ലെങ്കിലും ജനങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കൊടുത്ത് അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്നും CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി S സുദേവൻ പറഞ്ഞു. 16 മുമ്പുള്ള ഗവൺമെന്റ് ഉപേക്ഷിച്ചു പോയ ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായി. ഇടമൺ കൊച്ചി ലൈൻ യാഥാർത്ഥ്യമായി. 45 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാൻ കഴിയില്ല എന്ന് ഉപേക്ഷിച്ചതായിരുന്നു നാഷണൽ. തെക്കറ്റം മുതൽ വടക്കറ്റം വരെ തലപ്പാട് യാഥാർത്ഥ്യം. കൊട്ടിയത്തും ചാത്തന്നൂരും കരുനാഗപ്പള്ളിയിലും പാരിപ്പള്ളിയിലുമുള്ള ഈ കെട്ടിടങ്ങൾ ഇതേപോലെ സഹകരിച്ച് 4 ഇരട്ടി തുക നൽകി ചെയ്യാൻ കഴിയുന്നതെല്ലാം നല്ല ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു ഭരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിലയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി 16 LDF അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ഭരണത്തിന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്നതാണ് അടയാളം. 1. വല്ലാതെ വേട്ടയാടിയ നിപ്പ, 18 പ്രളയക്കെടുതി, 19 വീണ്ടും ഉണ്ടായ വെള്ളപ്പൊക്കം, 20 ആദ്യം മുതൽ ലോകത്താകെ ഉണ്ടായ കോവിഡ്. ഈ പ്രതിസന്ധികളിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ തയ്യാറാകുന്ന നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് LDFന് അനുകൂലമായി ജനവിശ്വാസത്തിൽ. കേരളത്തിലെ വിവിധ മേഖലകളെ തകർത്ത് തരിപ്പണമാക്കിയ സർക്കാരാണിതെന്നും ആരോഗ്യരംഗം അഴിമതിയുടെ കൂത്തരങ്ങായെന്നും ജനങ്ങളെ ഇതുപോലെ ദ്രോഹിച്ച ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. 6 ലക്ഷം കോടി രൂപയുടെ കടം കേരളത്തിലെ ജനങ്ങൾക്ക്, എനിക്കും നിങ്ങൾക്കും ഓരോ പൗരനും അതെന്തുകൊണ്ടുണ്ടായി, അതെന്തിനു വിനിയോഗിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞങ്ങൾ പലപ്പോഴും ഈ സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, കെടുകാര്യസ്ഥത ഉന്നയിച്ചിട്ടുണ്ട്. സാമ്പത്തിക മേഖല റവന്യൂ വരുമാനത്തിന്റെ 23% പലിശ കൊടുക്കുകയാണ്. ഞാൻ നിങ്ങൾ അടയ്ക്കുന്ന നികുതി പണം അതിൽ 100 രൂപയിൽ 23 രൂപ പലിശയ്ക്ക് കൊടുക്കണം, പലിശയായിട്ട് കൊടുക്കണം. കടം വാങ്ങിച്ചവർക്ക് കൊടുക്കാനുള്ള പലിശ. ബാക്കി 67% മറ്റ് പ്രവർത്തനങ്ങൾ. അതൊരു ഗുരുതരമായ സാമ്പത്തിക അവസ്ഥയാണ്. സാമ്പത്തിക നില ഭദ്രമാണ് എന്ന് ആരും കേരളത്തിൽ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് മേഖലയിലെ ചൂർത്തു അഴിമതി ഉണ്ടായിട്ടുണ്ട്. കോവിഡ് കാലത്തെ കാര്യങ്ങളെ പറ്റി ഇന്ന് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പത്രത്തിൽ വന്നിട്ടുണ്ട്. 50 കോടി രൂപയുടെ നഷ്ടം ആ മേഖലയിൽ ഉണ്ടായിരുന്നാണ്. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് PP കിറ്റ് വാങ്ങിച്ചതിലെ അഴിമതി. മാർക്കറ്റിലുള്ളതിനേക്കാൾ കൂടുതൽ വില നൽകി സർക്കാർ PP കിറ്റ് വാങ്ങിക്കുന്നു. അത് നഷ്ടപ്പെടുന്നത് നമ്മുടെ പണമല്ലേ. മാറി മാറി വന്ന 2 മുന്നണികളും കേരളത്തെ പിന്നോട്ടടിച്ചെന്നും ശബരിമല പോലെയുള്ള ആരാധനാലയങ്ങളിലെ വിശ്വാസം തകർത്തെന്നും
സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന സർക്കാരാണിതെന്നും ഇവരിൽ പലരും ജയിലിലേക്ക് പോകേണ്ട സ്ഥിതിയായെന്നും BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ചൂണ്ടിക്കാട്ടി. ആ 16 നിന്ന് 26 പോകുമ്പോ 6 ലക്ഷം കടബാധ്യതയുള്ള ഒരു സംസ്ഥാന സർക്കാരാണ് നമ്മുടെ സംസ്ഥാന ഭരിക്കുന്നത്. ഇവിടെ പരസ്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഖജനാവ് കാലിയാണ്. കേരളത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ആ കേരള ഗവൺമെന്റ് കഴിഞ്ഞ 3 മാസക്കാലം മുഖ്യമന്ത്രിയുടെ മനോഹരമായ ചിത്രമടങ്ങിയ പരസ്യം പതിക്കുന്നതിന് വേണ്ടി 227 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ചെലവാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, അഴിമതി ആയാലും ദൂർത്ത് PSCയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. PSCയിൽ ഏറ്റവും കൂടുതൽ കറപ്ഷൻ നടന്നിരുന്ന ഒരു കാലഘട്ടം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികളായിട്ടിരുന്ന SFIയുടെ പ്രവർത്തകർ, SFIയുടെ ചുമതലയിരുന്ന SFIയുടെ നേതാക്കന്മാർ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ 1ാം റാങ്കും 2ാം റാങ്കുമായി വന്നിട്ടുള്ള മായാവിദ്യ കേരളത്തിൽ കാണിച്ചു വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കൊല്ലം പ്രസ് ക്ലബിന്റെ വോട്ടും വാക്കും പരിപാടിയിലാണ് 3 മുന്നണികളുടെയും നേതാക്കൾ ഒരേ വേദിയിൽ പ്രതികരിച്ചത്. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സാം കെ ഡാനിയൽ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സുൽഫിക്കർ സലാം, RSP ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ എന്നിവരും സംവാദത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ധനസഹായം വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടേതാണ് പദ്ധതി. കുളത്തൂപ്പുഴയിൽ നടന്ന പരിപാടിയിൽ 5 വ്യാപാരികളുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം കൈമാറി. കുളത്തൂപ്പുഴയിൽ നടന്ന പരിപാടിയിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായി വ്യാപാരികളുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം കൈമാറിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് സ്നേഹസ്പർശം പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. കുളത്തൂപ്പുഴയിൽ നടന്ന പരിപാടിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ പ്രസിഡന്റ് S ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. ജോർജ് വർഗീസ് പൊളിന്തിട്ട സ്വാഗതം പറഞ്ഞു. A ഷാനവാസ്, S കബീർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M സൈനബ ബീവി, സാബു എബ്രഹാം, ഇടമുളയ്ക്കൽ K ഗോപാലകൃഷ്ണൻ, SL ടോം, ഷബീന അൻവർ, AS നിസാം, S നൌഷറുദ്ദീൻ, രാജീവ് കരിക്കോട്, R വിജയൻപിള്ള, ബാവിസ് വിജയൻ, A ഷറഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. 5 കുടുംബങ്ങൾക്കാണ് 10 ലക്ഷം രൂപ വീതം കൈമാറിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അതിന്റെ സംഘടനാ ചരിത്രത്തിൽ, അതിന്റെ പ്രവർത്തന ചരിത്രത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഏറ്റവും ശ്ലാഘനീയമായ മഹനീയമായ പദ്ധതികളിൽ ഒന്നാണ് സ്നേഹസ്പർശം എന്ന പേരിൽ സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ആശ്വാസ സഹായ നിധി. എത്രമാത്രം അതിനെ പ്രശംസിച്ചാലും അനുമോദിച്ചാലും മതിയാകില്ല. കാരണം വ്യാപാരി വ്യവസായ രംഗത്ത് അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മരണപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ മരണപ്പെടുന്നവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ധനസഹായം നൽകുക എന്ന് പറയുന്നത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസം തന്നെയാണ്. 23 നവംബർ മാസം 1-ാം തീയതി ആരംഭിച്ചതാണ്. അപ്പോൾ നമുക്കറിയാം 29 മാസം ഇന്ന് തികയുകയാണ്. ഈ 29 മാസമായി നമ്മെ വിട്ടുപിരിഞ്ഞത് ഇതിൽ അംഗങ്ങളായിട്ടുള്ളവരിൽ 134 പേരാണ്. നമ്മുടെ പദ്ധതിയുടെ ആവിഷ്കാരത്തോടു കൂടി തന്നെ നമ്മൾ സൂചിപ്പിച്ചത് ഒരു മരണനിരക്ക് സാധാരണഗതിയിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു മാസം 5 മരണം എന്നുള്ള നിലയ്ക്ക് ആ 5 മരണങ്ങൾ സംഭവിക്കുന്ന കുടുംബങ്ങളിലെ ആ കുടുംബാംഗങ്ങൾക്ക് നൽകുവാനുള്ള ഒരു വിഹിതം എന്നുള്ള നിലയിൽ ഒരു മാസം 50 ലക്ഷം രൂപ നമ്മൾ വിതരണം ചെയ്യേണ്ടി വരും. ഒരു കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകുന്നതിന് ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഒരു 100 രൂപ വീതം സംഭാവന നൽകണം. അപ്പോൾ 5 മരണങ്ങൾക്ക് നൽകുമ്പോൾ 500 രൂപ വീതം ഒരു മാസം നൽകേണ്ടതുണ്ട്. ആ 500 രൂപ നമ്മൾ നൽകുമ്പോൾ നമ്മളതിനെ ഏറ്റവും ചെറിയ കണക്കായി പറഞ്ഞ ഒരു ദിവസം നമ്മളിന്ന് ചിലവാകുന്ന ഒരു 20 രൂപയിൽ താഴെയാണ്. ആ 20 രൂപയിൽ താഴെയുള്ള തുക നമ്മൾ ചിലവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് ആ സംഭാവനയായി നൽകിക്കൊണ്ട്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് UDF തരംഗമാണെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ്. കേന്ദ്ര സർക്കാരിനെ പ്രീണിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. NDA LDF കൂട്ടുകെട്ടാണ് സംസ്ഥാനത്തുള്ളതെന്നും സച്ചിൻ പൈലറ്റ്.
കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് വലിയ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത് കേരളത്തിൽ. പത്തനാപുരത്ത് മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ വനിതാ പാർലമെന്റ്. ചവറയിൽ കളം നിറഞ്ഞ് മുന്നണി സ്ഥാനാർത്ഥികൾ. തെക്കുംഭാഗത്ത് UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിന് സ്വീകരണം. തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ NDA സ്ഥാനാർത്ഥി KR രാജേഷിന്റെ വോട്ട് തേടൽ. തെക്കുംഭാഗത്ത് LDF സ്ഥാനാർത്ഥി ഡോക്ടർ സുജിത് വിജയൻ പിള്ളയ്ക്ക് വരവേൽപ്പ്. പുനലൂർ നഗരസഭാ ശ്മശാനം പ്രവർത്തനക്ഷമമാകുന്നു. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ട്രയൽ റൺ നടത്തി. 15 ലക്ഷം രൂപ വാർഷിക പദ്ധതിയിൽ അറ്റകുറ്റപ്പണിക്കായി വകയിരുത്തിയിരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.